ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എഫ് എ കപ്പിൽ ന്യൂകാസലും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിൽ നടന്ന മത്സരത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ന്യൂകാസലിന്റെ സ്വന്തം ഗ്രൗണ്ടായ സെന്റ് ജെയിംസ് പാർക്കിൽ നടന്ന ആവേശ പോരാട്ടത്തിൽ ന്യൂകാസൽ യുണൈറ്റഡിനെ തകർത്ത് മാഞ്ചസ്റ്റർ സിറ്റി എഫ് എ കപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ പ്രവേശിച്ചിരിക്കുന്നു. ഒരു ഗോളിന് പിന്നിലായ ശേഷം ശക്തമായി തിരിച്ചു വന്നാണ് മാഞ്ചസ്റ്റർ സിറ്റി ന്യൂകാസലിനെ തകർത്തത്. ഈ മത്സരത്തിന് മുമ്പ് സിറ്റി പരിശീലകൻ പെപ് ഗാർഡിയോള തന്റെ ടീമിൽ അപ്രതീക്ഷിതമായ 10 മാറ്റങ്ങളാണ് വരുത്തിയിരുന്നത്. പ്രീമിയർ ലീഗിലെ കഴിഞ്ഞ മത്സരത്തിൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനോട് സമനില പിടിച്ചിരുന്ന സിറ്റി അടുത്ത മത്സരത്തിൽ ചാമ്പ്യൻസ് ലീഗിലെ മത്സരം വരാനുണ്ട്. അതുകൊണ്ടായിരിക്കണം സൂപ്പർ താരം എർലിംഗ് ഹാലൻഡിന് വിശ്രമം നൽകി റോഡ്രി, ഫോഡൻ, ബെർണാഡോ സിൽവ എന്നിവരൊക്കെ പകരക്കാരുടെ ബെഞ്ചിലായിരുന്നു. മറുഭാഗത്ത് ന്യൂകാസൽ യുണൈറ്റഡ് ബാഴ്സലോണയുമായി ചാമ്പ്യൻസ് ലീഗിൽ മത്സരം മുന്നിലുണ്ടായിട്ടും അടുത്ത ആഴ്ച ചൊവ്വാഴ്ച ബുധനാഴ്ച ആയിട്ട് ബാഴ്സലോണക്കെതിരെയാണ് ന്യൂകാസൽ യുണൈറ്റഡിന് ചാമ്പ്യൻസ് ലീഗിൽ കളിക്കാനുള്ളത്. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മത്സരം ഉണ്ടായിട്ടും എഡ്ഡി ഹൗ തന്റെ ശക്തമായ നിരയെ തന്നെയാണ് ഇറക്കിയത്. ഏതാണ്ട് ഫുൾ ടീം തന്നെയാണ് മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ന്യൂകാസൽ ഇറക്കിയത്. ന്യൂകാസലിന്റെ സീസണിലെ ഏറ്റവും വലിയ കിരീട പ്രതീക്ഷയാണ് ഈ എഫ് എ കപ്പ്. അതുകൊണ്ടായിരിക്കണം ചാമ്പ്യൻസ് ലീഗിൽ അത്രയും പ്രതീക്ഷ വെക്കാനില്ലാത്തത് കൊണ്ടും പ്രീമിയർ ലീഗിലും അവർക്ക് കാര്യമായ കിരീട പ്രതീക്ഷകൾ ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ടായിരിക്കണം ന്യൂകാസൽ എഫ് എ കപ്പ് എങ്കിലും നേടണം എന്നുള്ള ഒരു ഇതുകൊണ്ടായിരിക്കണം ബാഴ്സലോണക്കെതിരെ ഒരു ചാമ്പ്യൻസ് ലീഗ് മത്സരം മുന്നിലുണ്ടായിട്ടും ഒരു ഫുൾ സെറ്റ് ടീമിനെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ഇറക്കാൻ കാരണം. അപ്പൊ കളി തുടങ്ങിയപ്പോൾ തന്നെ ന്യൂകാസലിന്റെ കളി തുടങ്ങിയപ്പോൾ തന്നെ ഏതാണ്ട് അവരുടെ നയം വ്യക്തമായിരുന്നു. സാന്തോർട്ടോണിയുടെ കൃത്യമായ ഒരു പാസ് നിന്നും ഹാവി ബാർൺസ് നേടിയ ഒരു മനോഹരമായ ഒരു ഗോള്, അതിമനോഹരം തന്നെ പറയാൻ പറ്റുള്ളൂ. ഒരു കർവിംഗ് ഗോളിലൂടെയാണ് ന്യൂകാസൽ ആദ്യം മുന്നിലെത്തിയത്. അതോടെ സെന്റ് ജെയിംസ് പാർക്ക് ഇളകി മറിഞ്ഞ്. അപ്പം പെപ് ഗാർഡിയോളാണ് മറുവശത്ത്. സിറ്റി അങ്ങനെ പെട്ടെന്ന് തോൽപ്പിക്കാൻ പറ്റിയ ഒരു ടീമല്ല. പെപ് ഗാർഡിയോളാണ് എന്റെ തലപ്പത്തുള്ളത്. പിന്നെ ഒരുപാട് നല്ല പ്ലേയേഴ്സ്. ഇപ്പം ഫസ്റ്റ് 11-ലുള്ള ഹാളണ്ട്, ബെർണാഡോ സിൽവ, റോഡ്രി ഇവരൊന്നും ഇല്ലെങ്കിൽ കൂടി നല്ലൊരു ബാക്കപ്പ് ഉള്ള ടീമാണ് സിറ്റി. അപ്പൊ ഒരു ഗോളിന് പിന്നിലായി പോയതോടെ സിറ്റി പ്ലേയേഴ്സ് എല്ലാം കൂടി ഒന്ന് ഉണർന്ന്. അങ്ങനെ ജെർമി ഡോക്കുവിന്റെ ഒരു ക്രോസിൽ നിന്നും സാവിഞ്ഞോ ഒരു ഗോള് നേടി മാഞ്ചസ്റ്റർ സിറ്റിയെ സമനിലയിൽ പിടിച്ചു. ആ ഗോൾ തന്നെ ഒരു തമാശ പോലെയാണ് നമുക്ക്. സാവിഞ്ഞോ ഒന്നും ചെയ്തിട്ടില്ല. ജെർമി ഡോക്കുവിന്റെ ബോള് ജസ്റ്റ് കാലില് വന്ന് വളരെ കൂളായിട്ട് സാവിഞ്ഞോ അനങ്ങാതെ നിന്നതേ ഉള്ളൂ, കാലില് തട്ടി പോസ്റ്റിലേക്ക് കയറി. അതൊരു ചീക്കി ഗോൾ എന്നൊക്കെ നമുക്ക് പറയാം. എന്നാൽ സാവിഞ്ഞോ ഒന്നും ചെയ്തിട്ടില്ല. സാവിഞ്ഞോക്ക് അറിയാം ഒഴിഞ്ഞു കിടക്കുന്ന പോസ്റ്റാണ്, കാലിൽ തട്ടിയ നേരെ പോസ്റ്റിലേക്ക് പോകും എന്നുള്ള ആ ഒരു സിറ്റുവേഷനിലാണ് ആ ഗോൾ വരുന്നത്. സമനിലയ്ക്ക് ശേഷം പിന്നീട് കണ്ടത് ഈജിപ്ഷ്യൻ താരം ഒമർ മമ്മൂഷിന്റെ താണ്ഡവമായിരുന്നു. രണ്ടാം പകുതിയിൽ മാത്യു ന്യൂനസിന്റെ പാസിൽ നിന്നും ആദ്യ ഗോള് മമ്മൂഷ് നേടി. തൊട്ടു പിന്നാലെ ബോക്സിന് പുറത്തു നിന്നും തുടർന്ന ഒരു വെടിക്കെട്ട് ഷോട്ട്. ഫസ്റ്റത്തതും ഏതാണ്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഷോട്ട് തന്നെയാണ്. എന്നാൽ രണ്ടാമത്തെ ഗോള് വളരെ 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 എന്ന് പറഞ്ഞാൽ വളരെ അടിപൊളി ഒരു വെടിക്കെട്ട് ഷോട്ട് എന്നൊക്കെ പറയുന്ന രീതി, നല്ല കിടിലൊരു ഷോട്ട്. ന്യൂകാസലിനെതിരെ കളിച്ച വെറും 6 മത്സരങ്ങളിൽ നിന്ന് മർമോഷൻ നേടുന്ന 7ാം ഗോളാണത്. അപ്പം മർമോഷന്റെ ഫേവറേറ്റ് ഓപ്പോണൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് ന്യൂകാസൽ യുണൈറ്റഡിനെ പറയാം. 6 മത്സരങ്ങളിൽ നിന്നും 7 ഗോള്, വളരെ കുറഞ്ഞായിട്ടുള്ളൂ മർമോഷ ടീമിൽ എത്തിയിട്ട്. എനിക്ക് തോന്നുന്നു ഈ സീസണിന്റെ തുടക്കത്തിൽ എത്തിയതാന്ന് തോന്നുന്നു. ഇപ്പൊ സത്യത്തിൽ ന്യൂകാസലിന് മർമോഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേടി സ്വപ്നം പോലെ ആയിട്ടുണ്ട്. 6 മത്സരങ്ങളിൽ നിന്നും 7 ഗോളുകളാണ് പുള്ളിക്കാരൻ നേടിയത്. അപ്പം ന്യൂകാസലിന്റെ ഏതാണ്ട് കിരീട പ്രതീക്ഷയായിരുന്നു എഫ് എ കപ്പ്. അതുകൊണ്ടാണ് അവർ അത്രയും ഫുൾ സെറ്റ് ടീമിനെ ഇറക്കിയത്. പക്ഷെ അതൊക്കെ അടിച്ചു പൊട്ടിച്ചു കൊടുത്ത് സിറ്റി. പിന്നെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഈ മത്സരത്തോടെ മറ്റൊരു റെക്കോർഡും കൂടെ കിട്ടി. തുടർച്ചയായ 8ാം സീസണിലും എഫ് എ കപ്പിന്റെ ക്വാർട്ടറിൽ എത്തുന്ന ആദ്യ ടീമായി മാഞ്ചസ്റ്റർ സിറ്റി. അപ്പം മാഞ്ചസ്റ്റർ സിറ്റി കഴിഞ്ഞ ഇത്രയും തുടർച്ചയായ 8 സീസണിലൊന്നും ഏതൊരു ടീമും എന്ത് ചെയ്തിട്ടില്ല, എഫ് എ കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയിട്ടില്ല. അപ്പം സിറ്റിയുടെ പെപ് ഗാർഡിയോള വന്നതിന് ശേഷമുള്ള ഒരു ഡൊമിനേഷനാണ് പ്രത്യേകിച്ച് നമുക്ക് അതിൽ കാണാൻ പറ്റുന്നത്. തുടർച്ചയായ 8 സീസണുകൾ. ഗാർഡിയോള വന്നിട്ട് 10 സീസൺ ആയിട്ടേ ഉള്ളൂ. അപ്പം ആ ഗാർഡിയോള വന്നിട്ട് 10 സീസണിൽ 8 സീസണും സിറ്റി എഫ് എ കപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ തുടർച്ചയായി എത്തി എന്ന് പറയുന്നത് അതൊരു ചില്ലറ കാര്യമല്ല. വേറൊരു മാനേജേഴ്സിനും ചരിത്രത്തിൽ ഇതുവരെ പറ്റാത്തൊരു സംഗതിയാണ്.
അപ്പം ഗാർഡിയോളന്റെ ഒരു ടീം പിന്നെ ഒരു ഇമ്പോർട്ടന്റ് അല്ലെ ഗാർഡിയോള കൊണ്ടുവന്ന ഒരു മാറ്റങ്ങൾ എന്തൊക്കെയാണ് ടീമിന് എന്നുള്ളത് കൃത്യമായി നമുക്ക് ആ ഒരു റെക്കോർഡിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ന്യൂകാസലിനെ സംബന്ധിച്ചിടത്തോളം ന്യൂകാസലിന് ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു കപ്പ് ആയിരുന്നു FA കപ്പ്. കാരണം ചാമ്പ്യൻസ് ലീഗില് ഒരുപാട് നല്ല മികച്ച ടീമുകൾ ഉള്ളപ്പം ന്യൂകാസലിന് പൊതുവെ സാധ്യതകൾ കുറവാണ്. എന്നിരുന്നാലും FA കപ്പിലായിരുന്നു അവർക്ക് കുറച്ചുകൂടെ പ്രതീക്ഷ ഉണ്ടായിരുന്നത്. ഇനിയിപ്പോ FA കപ്പിലെ ആ ഒരു FA കപ്പ് മത്സരങ്ങൾ അവസാനിച്ച് ന്യൂകാസലിനെ സംബന്ധിച്ചിടത്തോളം FA കപ്പ് മത്സരങ്ങൾ അവസാനിച്ച് പ്രീമിയർ ലീഗിലും അവർക്ക് കിരീട പ്രതീക്ഷകളൊന്നുമില്ല. ടോപ്പ് 4 പോലും അവർക്ക് കിട്ടാക്കനിയാണ്. അപ്പൊ ഇനി ന്യൂകാസലിന് ഇനി കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളത് ചാമ്പ്യൻസ് ലീഗിൽ ബാഴ്സലോണക്കെതിരെ മത്സരമാണ്. ബാഴ്സലോണക്കെതിരെ ന്യൂകാസലിനായിട്ട് ജയിക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് ഒരു 50-50 ചാൻസ് പോലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ബാഴ്സലോണ നല്ല മികച്ച ടീമാണ്. അവര് നല്ല മികച്ച ഫോമിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ യമാലൊക്കെ നല്ല ഫോമിൽ കളിക്കുന്നുണ്ട്. അപ്പം ചാമ്പ്യൻസ് ലീഗില് ബാഴ്സലോണക്കെതിരെ അവർക്ക് ജയിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. 50-50 ചാൻസ് പോലും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഫുട്ബോളാണ്, എന്തും സംഭവിക്കാം. ഏത് വമ്പനും ഏത് ചെറിയ ടീമിനെയും തോൽപ്പിക്കാം. ഏത് ചെറിയ ടീമും ഏത് വലിയ ടീമിന്റെ മുമ്പിലും തോൽക്കാമെന്നുള്ള ഇതൊക്കെ നമുക്ക് ഫുട്ബോളിൽ എപ്പോഴും പറയുന്ന സംഗതിയാണ്. 3 ഗോളിനൊക്കെ ആദ്യ പാദം ജയിച്ചിട്ട് പിന്നെ അടുത്ത 4 ഗോളിന് തോറ്റ് ചാമ്പ്യൻസ് ലീഗിൽ നിന്നൊക്കെ പുറത്തായ ചരിത്രങ്ങൾ ഒരുപാട് വലിയ വലിയ ടീമുകൾക്ക് തന്നെ ഉണ്ട്. ഇപ്പം ബാഴ്സലോണക്ക് തന്നെ അങ്ങനെ ഒരു ചരിത്രം ലിവർപൂളിനെതിരെയൊക്കെ പറയാനുണ്ട്. അപ്പം അങ്ങനെയുള്ള സംഗതികൾ സംഭവിച്ചുകൂടായികയില്ല. ഏതായാലും ന്യൂകാസലിനുള്ള ഒരു അടുത്തൊരു ചാൻസ് ഇനി ചാമ്പ്യൻസ് ലീഗ് എന്നതാണ് ഒരു പ്രതീക്ഷ. അത് എത്രത്തോളം അവര് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് നമുക്ക് ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച നമുക്കറിയാൻ പറ്റും എന്താണ് അവസ്ഥ എന്നുള്ളത് ചാമ്പ്യൻസ് ലീഗിന്റെ. അപ്പം കൂടുതൽ വിശേഷങ്ങളുമായി പുതിയൊരു മാച്ചിന്റെ റിവ്യൂമായി വീണ്ടും കാണാം.